ധാരാളം വ്യക്തികൾ അന്വേഷിക്കുന്ന ഒരു വസ്തുതയുണ്ട്, ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശബരിമലയിലെ മകരജ്യോതിസ് അത് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഏത് കാര്യവും നമുക്ക് പല രീതിയിൽ അതിനെ വിവരിക്കാം, വ്യാഖ്യാനിക്കാം, വിലയിരുത്താം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ശബരിമലയിലെ ജ്യോതി, മകരജ്യോതി മനുഷ്യനുണ്ടാക്കുന്നതാണെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ളതാണ്. വിളക്കാകണമെങ്കിൽ മനുഷ്യനുണ്ടാക്കണം. ജ്യോതി എന്നുള്ളതാണെങ്കിൽ മനുഷ്യനുണ്ടാക്കണം. മകര സംക്രമത്തിലെ നക്ഷത്രം അത് മനുഷ്യനുണ്ടാക്കുന്നതല്ല. നക്ഷത്രം മനുഷ്യനുണ്ടാക്കാൻ സാധ്യമല്ല. ബാക്കിയെല്ലാം ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ടത് മനുഷ്യരല്ലേ ഉണ്ടാക്കുന്നത്. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ അകത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹം മനുഷ്യനല്ലേ ഉണ്ടാക്കിയത്. ആ ശ്രീകോവിൽ മനുഷ്യനല്ലേ ഉണ്ടാക്കിയത്. ആ ക്ഷേത്രം മനുഷ്യനെ ഉണ്ടാക്കിയത്. 18-ാം പടി മനുഷ്യനെ ഉണ്ടാക്കിയത്. അവിടെ പൂജ നടത്തുന്നവരെല്ലാം മനുഷ്യരാണ്. ദേവസ്വം ഭാരവാഹികൾ മനുഷ്യരാണ്. അങ്ങോട്ട് യാത്രയ്ക്ക് പോകുന്ന വഴി എല്ലാം മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ആരോ എന്തോ എങ്ങനെയോ എവിടെയോ വെച്ച് എന്തൊക്കെയോ പറയുന്നു എന്ന് ധരിച്ച് നമ്മളും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ഈ ശബരിമല ജ്യോതി മനുഷ്യനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം ഇടിഞ്ഞു വീഴുമെന്നൊരു തോന്നൽ ചിലർക്കുണ്ട്. വെറുതെ അവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഭാരതീയ ഗ്രന്ഥത്തിൽ മകരജ്യോതി ഈശ്വരനാണ് ഉണ്ടാക്കുന്നത് എന്നോ മനുഷ്യനല്ല ഉണ്ടാക്കുന്നത് എന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഭക്തിയുടെ ഹരമൂത്ത ദിവ്യമായ ജ്യോതിസ് എന്ന് പറഞ്ഞു കാണും. അത് ഭക്തിയുടെ ഹരമില്ലെങ്കിലും ഏത് വിളക്കിലെ ജ്വാലയും ദിവ്യമാണ്. അത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ചേരമാൻ മോസ്കിലാണെങ്കിലും വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നമ്മുടെ ചെരുപ്പ് ഉപയോഗിച്ച് ആ വിളക്ക് ജ്വാല കെടുത്തില്ല. കാരണം അത് നമുക്ക് ദിവ്യമാണ്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഒരു പച്ച യുക്തിവാദി ഒരു പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഏത് ഇടതുപക്ഷം, വലതുപക്ഷം, മധ്യപക്ഷക്കാരനോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഈശ്വരവിശ്വാസിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് ചെരുപ്പ് കൊണ്ട് കെടുത്തുകയോ അല്ലെങ്കിൽ അത് അർഹതയില്ലാത്ത രീതിയിൽ ആ വിളക്കിനെ തരം താഴ്ത്തുകയോ ചെയ്യാറില്ല. കാരണം ഏത് വിളക്കും ഏത് ജ്വാലയും സാമാന്യ രീതിയിൽ നമ്മൾ അതിനെ ദിവ്യമായി പറയുന്നു. അത് ദിവ്യമായ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ദിവ്യ ജ്യോതിസ് എന്നുള്ളതിൻ്റെ അർത്ഥം മനുഷ്യനല്ല ഉണ്ടാക്കുന്നത് എന്നില്ല, ദൈവമാണത് ഉണ്ടാക്കുന്നത് എന്നർത്ഥവും ദിവ്യ ജ്യോതിസിനില്ല. ദൈവീകമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹം എന്നല്ല അർത്ഥം. എൻ്റെ അമ്മ എനിക്ക് ദൈവീകമായ ഒരു പരിവേക്ഷമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ അമ്മയെ ഈശ്വരന് തുല്യമായിട്ടാണ് കാണുന്നത്. മാതൃദേവോ ഭവ എന്ന് പറയുന്നത് അമ്മ ഈശ്വരനാണെന്ന് അർത്ഥമേ ഇല്ല. അമ്മ ഈശ്വരന് തുല്യം ഉയരട്ടെ എന്നർത്ഥം, അത്രയും ലെവലിലേക്ക് എത്തട്ടെ എന്നർത്ഥം. അതേപോലെ ശബരിമല ജ്യോതിസിനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളും ഇന്ത്യ വിഷനിൽ വളരെ ക്രൂരമായിട്ട്, നീചമായിട്ട്, നിന്ദ്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താണാവോ ഇന്ത്യ വിഷൻകാര് വിചാരിച്ചത്, ആഗ്രഹിച്ചത്? അതായത് ഇത് മനുഷ്യനാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിരുന്ന സത്യാന്വേഷണം പൂർത്തീകരിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമെല്ലാം ഈ സത്യം തുറന്നു പറയിച്ചാൽ ഹിന്ദുധർമ്മം ഇടിഞ്ഞു വീഴുമെന്ന് ഹിന്ദുവായ വാർത്ത വായിക്കുന്ന വ്യക്തികൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, കേരളീയരുടെ മുമ്പിൽ ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കപ്പാസിറ്റി തെളിയിക്കാൻ വേണ്ടിയാണോ? ഷാർപ്പായിട്ടുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയുന്നവർ പതറുന്ന കാഴ്ച കണ്ട് ലോക ജനത ഇന്ത്യ വിഷനിലെ ആ വാർത്ത വായിക്കുന്ന വ്യക്തിയെ സമാദരപൂർവ്വം ഭക്തിപൂർവ്വം തൊഴുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവര് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്? കണ്ണമാലി പള്ളിയിൽ ഔസേപ്പിന്റെ
ഡെഡ് ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ അത് കണ്ണമാലി പള്ളിയിലെ ഔസേപ്പ് പിതാവിൻ്റെ ആണോ, അത് അല്ല സാധാരണ മനുഷ്യൻ്റെ ആണോ, അല്ല ഏതെങ്കിലും മൃഗത്തിൻ്റെ ആണോ എന്ന്? അതുപോലെ തന്നെ ഗോവയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റുകയും മതം മാറാത്തവരെ കൊല്ലുകയും ചെയ്ത സെയിൻറ്റ് സേവിയർ ഫ്രാൻസിസിൻ്റെ ഡെഡ് ബോഡി ഗോവയിലെ സെയിൻറ്റ് സേവിയർ ദേവാലയത്തിൽ വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരനായ സേവിയർ ഫ്രാൻസിസിൻ്റെ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഡെഡ് ബോഡിയാണെന്നുള്ളതിന് എന്താ തെളിവ്? അതേപോലെ യേശുക്രിസ്തുവിനെ പുതപ്പിച്ച ലിനൻ എന്നൊരു തുണി, അത് ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും 3-4 പ്രാവശ്യം പുറത്ത് കാണിച്ച് ഭക്തി ആദരപൂർവ്വം എല്ലാവരും തൊട്ടു അത്രേ. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ പുതപ്പിച്ചതാണ് ഈ തുണി എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയെല്ലാം അത് തുണി എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തിൽ പോലും മകരജ്യോതി ഈശ്വരനാ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പുരാണത്തിലോ ഇതിഹാസത്തിലോ അല്ലെങ്കിൽ കഥകളിലോ ഐതിഹ്യമാലയിലോ പോലും പറഞ്ഞിട്ടില്ല. പൊന്നമ്പലമേട്ടിൽ ഉണ്ടാക്കുന്ന ആ തീ കത്തിക്കല് കർപ്പൂര ആരാധനയുടെ ഭാഗം ദീപാരാധന നടത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ പലപ്പോഴും ചിലതിനെ മുൻവിധിയോടുകൂടി ധരിക്കുന്നു, ഇത് ദിവ്യമാണ്. എല്ലാവർക്കും അറിയാം മകരവിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുകയാണ്. പക്ഷെ ആരൊക്കെയോ ഒരു ഇമാജിനേഷനിൽ ഒരു വിവരണം ഉണ്ടാക്കി അത് ഈശ്വരനാണ് കത്തിക്കുന്നത് എന്ന്. പക്ഷെ ഏത് ഹിന്ദുവിനോട് ചോദിച്ചു നോക്കാം, മകരജ്യോതി ഈശ്വരനാണോ കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ 100% ഹിന്ദുക്കളും പറയും അല്ല, അത് ഈശ്വരനല്ല കത്തിക്കുന്നത് എന്ന്. ഈശ്വരനല്ല കത്തിക്കുന്നെങ്കിൽ പിന്നെ ആരെ കത്തിക്കാനാ സാധ്യത? ഏതെങ്കിലും മൃഗങ്ങൾ പൊന്നമ്പലമേട്ടിൽ ചെന്നിട്ട് വിളക്ക് കത്തിക്കാൻ സാധ്യതയില്ല. പിന്നെ കത്തിക്കാൻ സാധ്യതയുള്ള മനുഷ്യർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈശ്വരനല്ല കത്തിക്കുന്നത് മകരജ്യോതിസ് എന്നറിയാവുന്ന വ്യക്തികൾക്ക് ആ വരിയിൽ തന്നെ ഉണ്ട് ഈശ്വരനല്ലെങ്കിൽ പിന്നെ കത്തിക്കുന്നത് മനുഷ്യരാണെന്ന്. അങ്ങനെയുള്ള ആ ജ്വാലയെ ഏതെല്ലാം വികൃതമായ രീതിയിലാണ് വിവരിക്കുക? ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മറ്റോ ചെറിയാൻ ഫിലിപ്പ് പറയുകയുണ്ടായി, ഗവൺമെൻറ് തട്ടിപ്പാണ് നടത്തുന്നത് എന്ന്. അദ്ദേഹത്തിന് എന്ത് അവകാശമുള്ളത്? ഇവിടെ രോഗശാന്തിയും ശുശ്രൂഷയും സുവിശേഷവും നടത്തുന്നത് പട്ടാപ്പകല് നടത്തുന്ന തട്ടിപ്പല്ലേ? പട്ടാപ്പകല് നടത്തുന്ന തട്ടിപ്പല്ലേ? കോടികളുടെ തട്ടിപ്പ്. അദ്ദേഹത്തിൻ്റെ മതത്തിന് ഇതേപോലൊരു വരി അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ഈ മകരജ്യോതിസ് കാണാൻ വരുന്നവരെല്ലാം ആ കത്തിക്കുന്ന തീ കാണാനാണ് വരുന്നത് എന്നാർക്കെങ്കിലും തോന്നണുണ്ടോ? അതുകൂടി ചിന്തിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ ശബരിമലയിൽ വരുന്ന ഭക്തന്മാരിൽ 4.5% അല്ലെങ്കിൽ 5% ആൾക്കാർ മാത്രമാണ് മകരജ്യോതിസ് കാണുന്ന സമയത്ത് ശബരിമലയിലുള്ളത്. ബാക്കി 95% വ്യക്തികളും മണ്ഡലവിളക്കിനും വിഷുവിനും ബാക്കി സമയത്തുമാണ് തൊഴാൻ പോവുക. അവരൊന്നും മകരജ്യോതിസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കാർക്കും ദുഃഖവും കരച്ചിലും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ചില വ്യക്തികൾ ചില വിഷയങ്ങൾ ഉണ്ടാക്കി അവർ ചർച്ച ചെയ്യപ്പെടാനും വേണ്ടിയിട്ട്, അവരുടെ പ്രാഗൽഭ്യം കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അസാധാരണമായ വൈഭവശേഷി കാണിക്കാൻ വേണ്ടിയിട്ട് ചിലതെല്ലാം പടച്ചു കൂട്ടുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങളെ ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ നിഷേധിക്കുന്നതും പുച്ഛിക്കുന്നതും അവഹേളിക്കുന്നതിൻ്റെയും പുറകിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഹിഡൻ അജണ്ടയുണ്ടെന്ന് തോന്നാറുണ്ട്. തേൻതുള്ളികളിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും പലപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല അത് വിവരിക്കപ്പെടുന്നത്. വേറെ ഏതെല്ലാമോ ഹിഡൻ അജണ്ടയുമായിട്ടാണ് പലരും മുമ്പോട്ട് വരുന്നത്. ഇതിനകത്ത് ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും യുക്തിവാദികളും പുരോഗമനവാദികളും ഹിന്ദു ധർമ്മ സംരക്ഷകരെന്ന് നടിക്കുന്നവരും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവർക്കും ചില ഹിഡൻ അജണ്ടയുണ്ട്. ഭാരതീയ പൈതൃകത്തെ നിന്ദ്യമാം വിധം ചിത്രീകരിക്കുക, അവഹേളിക്കുക, പുച്ഛിക്കുക, അപകീർത്തിപ്പെടുത്തുക, അതിൽ നിന്ന് കിട്ടുന്നൊരാശ്വാസമുണ്ട്. അതിലാണ് ഇവരുടെ എല്ലാം വിജയം കാണുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈശ്വര വിഗ്രഹം പോലും മനുഷ്യനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ജ്വാല മനുഷ്യനുണ്ടാക്കിയാൽ എന്താ പ്രശ്നം എന്നതാണ്
യഥാർത്ഥത്തിൽ ചിന്തിക്കാനുള്ളത്, നമ്മൾ ഓർമ്മിക്കാനുള്ളത്. മാറ്റങ്ങൾ എല്ലാത്തിലും വേണം. എല്ലാ സ്ഥലത്തും മാറ്റങ്ങളുണ്ട്. മാറാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്തിൽ.